ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്ന പല പല പ്രൊഡക്റ്റുകളെ പറ്റിയിട്ടാണ്. അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് ഇതിലോട്ട് കിടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് അതല്ലെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഫേസ് വാഷുകളെ പറ്റിയിട്ടാണ്. എന്താണ് ഫേസ് വാഷ് എന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലെ ഇമ്പ്യൂരിറ്റീസ് കഴുകിക്കളയാനായിട്ടാണ് നമ്മൾ ഫേസ് വാഷ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫേസ് വാഷസ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഫേസ് വാഷിന്റെ മെയിൻ ഫംഗ്ഷൻ ഫേസിലെ ഇമ്പ്യൂരിറ്റീസ് കഴുകിക്കളയാൻ, പിന്നെ മൈൽഡ് ആയിട്ട് നമ്മുടെ ഫേസിനെ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫേസ് വാഷ് സെലക്ട് ചെയ്യും, അത് കാര്യങ്ങൾ മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ നല്ലത് എങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങൾ കുറച്ച് ഓയിലി കോമ്പിനേഷൻ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് അതല്ലെങ്കിൽ BHA ഫേസ് വാഷുകളിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. 1% 2% നമ്മൾ കൂടുതൽ അങ്ങനെ യൂസ് ചെയ്യുന്നത്. അതല്ല നിങ്ങൾക്ക് നോർമൽ അത് അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് AHA ഫേസ് വാഷ് യൂസ് ചെയ്യാം, അതായത് ഗ്ലൈക്കോളിക് ആസിഡിന്റെ ഫേസ് വാഷ് യൂസ് ചെയ്യാം. ഇത് ചെറിയ രീതിയിൽ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എക്സസീവ് ആയിട്ട് പിഗ്മെന്റേഷൻ മാറ്റാൻ ഹെൽപ്പ് ചെയ്യത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഫേസ് വാഷ് നമ്മുടെ ഫേസിൽ ഒരുപാട് നേരം നിൽക്കാനായിട്ട് പോകുന്നില്ല. ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആയ വിറ്റാമിൻ സി, സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് ഒക്കെ നമ്മുടെ ഫേസിൽ ലോങ് ടേം റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അത്രയും നേരം നമ്മുടെ ഫേസിൽ അത് കൊടുക്കണം, ടൈം കൊടുക്കണം ഫേസിൽ വർക്ക് ചെയ്യാനായിട്ട്. ഫേസ് വാഷ് നമ്മൾ മാക്സിമം ഒരു 2 മിനിറ്റ്സിൽ നമ്മുടെ ഫേസിലോട്ട് നമ്മൾ കഴുകിക്കളയാറല്ലേ പതിവ്. അതുകൊണ്ട് തന്നെ ആക്റ്റീവ്സ് അടങ്ങിയ ഫേസ് വാഷ് വാങ്ങിക്കുമ്പോഴത്തേക്ക് അതിന്റെ ബെനിഫിറ്റ്സ് അത്രയും കുറവാണ്. പക്ഷേ നിങ്ങൾ ഓയിലി സ്കിൻകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ഒക്കെയാണ് കണ്ടിന്യൂസ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ അത് ഒരു പരിധിവരെ നമ്മുടെ ഓയിൽ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ജെന്റിൽ ആയിട്ടുള്ള സ്കിൻ ടൈപ്പ് ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് അഥവാ യൂസ് ചെയ്യാൻ നല്ലത് സെൻസിറ്റീവ് സ്കിൻകാർക്കാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് വാഷ് നോർമലി നമ്മുടെ ഓയിൽസിനെ സ്ട്രിപ്പ് ഔട്ട് ചെയ്ത് കളയും. സാലിസിലിക് ആസിഡ് അല്ലാണ്ട് തന്നെ നമ്മൾ ഏജൻസ് അതിനകത്തുണ്ട്. നമ്മുടെ ഈ ഫേസിന് ഓയിൽ വഹിക്കുന്ന, അതായത് ലിപ്പോഫിലിക് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ഈ ഫേസ് വാഷുകളിൽ കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നാച്ചുറൽ ഓയിൽ സ്ട്രിപ്പ് ഔട്ട് ചെയ്യാൻ ഫേസ് വാഷ് നന്നായിട്ട് പറ്റും. അപ്പൊ നിങ്ങളുടെ കുറച്ച് സെൻസിറ്റീവ് സ്കിന്നാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷുകൾ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നിങ്ങൾ മോർണിംഗിൽ എക്സസീവ് ആയിട്ട് ഓയിലി സ്കിൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. അതല്ല നല്ല ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യാം. അപ്പൊ ഫേസ് വാഷ് സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊരു ബേസിക് ഐഡിയ കിട്ടിയല്ലോ. നമ്മൾ എക്സ്പെൻസീവ് ആയിട്ട് പൈസ ഒരിക്കലും ഫേസ് വാഷ് കളയേണ്ട, ഒരു ബേസിക് ഫേസ് വാഷുകൾ മാത്രം വാങ്ങിക്കുക. വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് ഒരുപാട് ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ഫേസ് വാഷുകൾ വാങ്ങിക്കാതിരിക്കുക. പിന്നെ ഒരുപാട് ക്ലെയിമുകൾ തരുന്ന ഫേസ് വാഷുകൾ വാങ്ങിക്കാതിരിക്കുക. മെയിൻ ആയിട്ട് നമ്മൾ ഓയിലി സ്കിൻകാർ സാലിസിലിക് ആസിഡ് അതല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് അടങ്ങിയ ഫേസ് വാഷുകൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ഏറ്റവും ജെന്റിൽ എന്ന് എഴുതിയ ഫേസ് വാഷ് ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇങ്ങനെ മാത്രം നോക്കിയിട്ട് ഫേസ് വാഷ് വാങ്ങിക്കുന്നതാണ് നല്ലത്. അല്ലാണ്ട് വിറ്റാമിൻ സി, കോജിക് ആസിഡ്, നയാസിനമൈഡ് എന്നൊക്കെ എഴുതിയ ഫേസ് വാഷുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും നമ്മുടെ ഈ കോജിക് ആസിഡും നയാസിനമൈഡും നമ്മുടെ ഫേസിൽ വർക്ക് ചെയ്യാനുള്ള ടൈം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ ആക്റ്റീവ്സ് അടങ്ങിയ ഫേസ് വാഷുകൾ വാങ്ങിക്കാൻ. ഇപ്പം നമ്മൾ ഡെമോക്കോയിൽ നോക്കുകയാണെങ്കിൽ അവർ സാലിസിനമൈഡ് എന്നിട്ട് ഫേസ് വാഷ് ഇറക്കണം. അതിനകത്ത് സാലിസിലിക് ആസിഡ് ഉള്ളതുകൊണ്ട് അതൊരു പരിധി വരെ എക്സ്ട്രീംലി ഓയിലി സ്കിൻ അല്ലാത്ത ആൾക്കാർക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന ഫേസ് വാഷ്. അറ്റ്ലീസ്റ്റ് അതിനകത്ത് 1% സാലിസിലിക് ആസിഡ് ഉണ്ടല്ലോ, അതുകൊണ്ട്. അതല്ല നയാസിനമൈഡ് ഫേസ് വാഷ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നയാസിനമൈഡ് ഉപയോഗം കിട്ടത്തില്ല, പക്ഷെ അത് ബേസിക് ഫേസ് വാഷ് ആയിട്ടായിരിക്കും ഫംഗ്ഷൻ ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ സാധനമാണ് ടോണർ. ഞാൻ വലിയൊരു ടോണർ ഫാൻ ആണോ എന്ന് ചോദിച്ചാൽ അത് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇപ്പൊ എന്റെ സ്കിൻ ഡ്രൈ ആയിട്ട് ഫീൽ ആവുന്ന ക്ലൈമറ്റിക് കണ്ടീഷൻ ആണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ടോണേഴ്സ് യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ ടോണേഴ്സ് സ്കിപ്പ് ചെയ്യും. അതായത് ടോണേഴ്സ് ഒരിക്കലും ഒരു മാൻഡേറ്ററി സ്റ്റെപ്പ് അല്ല. നമ്മുടെ ക്ലെൻസേഴ്സിനെ പോലെ ഫേസ് വാഷുകളെ പോലെ ഒരു മാൻഡേറ്ററി സ്റ്റെപ്പ് അല്ല ടോണേഴ്സ്. പണ്ട് ആയിരുന്നു. കാര്യം എന്തെന്ന് വെച്ചാൽ ഒരു കാലം വരെ നമ്മുടെ ഫേസ് വാഷുകൾക്ക് അത്രത്തോളം കൺട്രോൾ ചെയ്ത് ഫേസ് വാഷ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കാരണം നമ്മുടെ ഫേസ് വാഷ് നല്ല ഹാർഷ് ആയിട്ടുള്ള സാധനമായിരുന്നു. അപ്പൊ നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഓയിൽ സ്ട്രിപ്പ് ഔട്ട് ചെയ്യും, നമ്മുടെ ഫേസിന്റെ pH മാറ്റുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ടോണേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നിന്റെ pHലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട്, pH ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയത്. പക്ഷെ ഇപ്പോഴത്തെ ഫേസ് വാഷുകൾ അങ്ങനെ സ്ട്രിപ്പ് ഔട്ട് ചെയ്യുന്നതല്ലാത്തതുകൊണ്ട് നമുക്ക് ടോണേഴ്സ് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ നമുക്ക് ഇപ്പൊ ഓയിലി സ്കിൻകാരാണ് സാലിസിലിക് ആസിഡ് സിറംസോ അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് സിറംസോ ഒന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് സിറത്തിന് പകരം ടോണേഴ്സ് യൂസ് ചെയ്യാം. കാരണം കുറച്ച് ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള സാധനമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ടോണേഴ്സ് യൂസ് ചെയ്യാം, കുഴപ്പമില്ല, കുറച്ചുകൂടി ഈസിലി അബ്സോർബിൾ ആണ്. പക്ഷെ അത് ഒരിക്കലും നമുക്ക് ലോങ് ടേമിലാണെങ്കിൽ പോലും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സിറത്തിനെ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും പറയും ആക്റ്റീവ്സിന്റെ ഫോമിലാണ് ടോണേഴ്സ് യൂസ് ചെയ്യുന്നതെങ്കിൽ സിറം യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെനിഫിറ്റ്.
അല്ല സിറം അത്ര ഹെവി ആയിട്ട് സിറം യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടോണേഴ്സ് ട്രൈ ചെയ്ത് നോക്കാം, കുഴപ്പമൊന്നുമില്ല. ടോണേഴ്സ് എപ്പോഴും ഹൈഡ്രേറ്റിംഗ് ഫാക്ടേഴ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആരെന്ന് വെച്ചാൽ നിങ്ങൾ നയാസിനമൈഡ് ടോണേഴ്സ്, റോസ് വാട്ടർ ടോണേഴ്സ് അല്ലെങ്കിൽ ഗ്രീൻ ടീ ടോണേഴ്സ് ഒക്കെ യൂസ് ചെയ്യും. അത് കൂടുതൽ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും ഒന്ന് സ്കിന്നൊന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് മാക്സിമം നമ്മൾ ടോണേഴ്സ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ആഡ് ഓൺ ഫംഗ്ഷൻ. ഇപ്പൊ നമുക്ക് 5% നയാസിനമൈഡ് സിറമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു ആഡ് ഓൺ ആയിട്ട് നമുക്കൊരു നയാസിനമൈഡ് ടോണർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതല്ലാണ്ട് ഇപ്പൊ 10% നയാസിനമൈഡ് സിറം യൂസ് ചെയ്തിട്ട് 5% നയാസിനമൈഡ് ടോണർ യൂസ് ചെയ്യുന്നുണ്ട് ബെനിഫിറ്റ്സ് ഇല്ല. ചിലപ്പോൾ നമുക്ക് സ്കിൻ ഇറിറ്റേഷൻസ് വരാനായിട്ടാണ് ചാൻസ്. അപ്പം നമുക്ക് സ്പ്ലിറ്റ് ചെയ്തൊക്കെ യൂസ് ചെയ്യാനായിട്ട് സ്കിൻ ഹൈഡ്രേഷന് വേണ്ടിയിട്ടൊക്കെയാണ് ടോണേഴ്സ് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് എസൻസ്. സ്കിൻ ഹൈഡ്രേഷന് വേണ്ടിയിട്ടാണ് ടോണേഴ്സും എസൻസും ഒക്കെ വർക്ക് ചെയ്യുന്നത്. ഇതെല്ലാം സ്കിൻ ഹൈഡ്രേഷന് വേണ്ടിയുള്ള അത്രയും ലിക്വിഡി ഫോമിലുള്ള സാധനമാണ്. അപ്പൊ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതല്ല നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇപ്പൊ സിറംസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോണേഴ്സ് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ, മോർണിംഗിൽ ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഡ്രൈ സ്കിൻകാർക്ക് ഫേസ് വാഷ് സ്കിപ്പ് ചെയ്യാം. ആ ടൈമിൽ നമ്മൾ ഫേസ് ഒന്ന് വാട്ടർ സ്പ്ലാഷ് ചെയ്തിട്ട് ഒരു റാൻഡം ഹൈഡ്രേറ്റിംഗ് ടോണേഴ്സ് ഏതെങ്കിലും, അതായത് റൈസ് വാട്ടർ ടോണർ, നമ്മളെ നിയാസിനമൈഡ് ടോണർ അല്ലെങ്കിൽ നമ്മളെ റോസ് വാട്ടർ ടോണേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ ഒരിക്കലും വിറ്റാമിൻ സി ടോണേഴ്സിന്റെ ഫോമിൽ യൂസ് ചെയ്യാൻ പറയത്തില്ല. അതുപോലെ തന്നെ കോജിക് ആസിഡ് ടോണേഴ്സിന്റെ ഫോമിലൊന്നും യൂസ് ചെയ്യാൻ പറയത്തില്ല. അതെല്ലാം സിറത്തിന്റെ ഫോമിൽ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും ബെസ്റ്റ്. അടുത്ത സാധനമാണ് സിറം. സിറത്തിലാണ് മെയിൻ ആയിട്ട് നമ്മുടെ സ്കിൻ കെയറിന്റെ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസ് എല്ലാം ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ മറ്റു ഫംഗ്ഷനുള്ള ഇല്ല എന്നല്ല, നമുക്ക് ടാർഗറ്റഡ് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ എപ്പോഴും നല്ലത് സിറമാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ സിറത്തിനകത്ത് നമുക്ക് എത്ര കോൺസെൻട്രേഷൻ വേണമെങ്കിലും നമ്മുടെ ആക്റ്റീവ്സ് ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ നിങ്ങൾക്ക് 10% നയാസിനമൈഡ് വേണം, ആഡ് ചെയ്യാം. 2% സാലിസിലിക് വേണം, സിറത്തിന്റെ ഫോമിൽ ആഡ് ചെയ്യാം. 6% ഗ്ലൈക്കോളിക് ആസിഡ് വേണം, സിറത്തിന്റെ ഫോമിൽ ആഡ് ചെയ്യാം. അതല്ല നമ്മുടെ അസലിക് ആസിഡ്, ട്രാൻസാമിക് ആസിഡ്, ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്യാം. അതിന്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ടും സിറത്തിൽ എന്ന് വെച്ചാൽ വിറ്റാമിൻ സിയുടെ കൂടെ തന്നെ നമുക്ക് കോജിക് ആസിഡ് അതുപോലെ തന്നെ സാലിസിലിക് ആസിഡ് ഒക്കെ നമുക്ക് മിക്സ് മാച്ച് ചെയ്തിട്ട് സിറത്തിന്റെ ഫോമിൽ കിട്ടും. അതൊക്കെ നമുക്ക് യൂസ് ചെയ്യും. അതായത് ഒരുപാട് സാധനങ്ങൾക്ക് നമുക്ക് ഒറ്റ പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ മതി സിറത്തിന്റെ ഫോമിലാകുമ്പോൾ. കാരണം കോൺസെൻട്രേഷൻ ഡിഫറൻസ് വരത്തില്ല. നമ്മുടെ മോയ്സ്ചറൈസറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്കിന്നിന്റെ ഡീപ്പിലോട്ട് ഇറങ്ങി ചെല്ലാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം അതിന്റെ തിക്നെസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സ്കിൻ അത്ര ഹെവി ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് സിറത്തിനായിരിക്കും പറ്റുന്നത്. പക്ഷേ ഇപ്പൊ നമുക്ക് ഒരു നമ്പർ ഓഫ് സിറംസ് ഒരുമിച്ച് സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് നല്ലതല്ല എന്ന് ഞാൻ പറയും. കാരണം മാക്സിമം 2 സിറംസ് വരെയൊക്കെ നമ്മുടെ സ്കിൻ കെയറിൽ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ടാർഗറ്റഡ് പ്രോബ്ലംസിന് വേണം എപ്പോഴും സിറം സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ. ഇപ്പൊ നിങ്ങൾക്ക് എന്താ പറയുക പിമ്പിൾസ് ആണ് ഉള്ളതെങ്കിൽ സാലിസിലിക് ആസിഡ് സിറം പിക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ല നിങ്ങൾക്ക് ഒരു ആന്റി ഓക്സിഡന്റ് സ്കിൻ ബ്രൈറ്റ്നസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വിറ്റാമിൻ സി സിറമാണ് പിക്ക് ചെയ്യാനായിട്ട് നല്ലത്. അതല്ല നിങ്ങൾക്ക് ഓപ്പൺ പോസ് ഹൈഡ്രേഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിയാസിനമൈഡ് പിക്ക് ചെയ്യാം. അതല്ല ലിറ്ററലി ഹൈഡ്രേഷൻ ആണ്, നല്ല എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഹൈഡ്രോണിക് ആസിഡ് സെലക്ട് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ ആണ്, നല്ല മെലാസം പോലെയുള്ള പിഗ്മെന്റേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് കോജിക് ആസിഡ് പ്രിഫർ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് അൺഈവൻ സ്കിൻ ഉണ്ട്, ടാനിങ് ഒക്കെ മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് അസലിക് ആസിഡ് അല്ലെങ്കിൽ ആൽഫ ആർബിറ്റിൻ പിക്ക് ചെയ്യാം. നിങ്ങൾ പ്രഗ്നന്റ് അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്, നിങ്ങൾക്ക് പിഗ്മെന്റേഷനോ അല്ലെങ്കിൽ കുരു ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അസലിക് ആസിഡ് പിക്ക് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഇന്ത്യൻ സ്കിന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ പിഗ്മെന്റേഷൻ മാറ്റി കോജിക് ആസിഡിനേക്കാൾ കുറച്ചുകൂടെ നല്ല ട്രാൻസാമിക് ആസിഡ് അത് പിക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് സിറം പിക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ മോയ്സ്ചറൈസറിനെക്കാളും കുറച്ചുകൂടി ടാർഗറ്റഡ് ഇഷ്യൂസിന് എളുപ്പം മാറ്റുന്നത് സിറംസ് ആണ്. പക്ഷെ സിറം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറെ സിറംസ് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ നിയാസിനമൈഡ് സിറം എടുക്കുകയാണെങ്കിൽ അതിന് നല്ല ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ആണ്, നമ്മുടെ സ്കിൻ ഇറിറ്റേഷൻസ് ഒന്നും വരുത്തത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നിയാസിനമൈഡ് ഒരുവിധമല്ല ഇതുവരെയുള്ള എല്ലാ സിറത്തിന്റെ കൂടെയും യൂസ് ചെയ്യാൻ ഇഷ്യൂ ഇല്ല. പക്ഷെ നമ്മുടെ വിറ്റാമിൻ സി സിറം എടുക്കുമ്പോൾ അത് എല്ലാ സിറത്തിന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ബോട്ടിലില് വിറ്റാമിൻ സി, സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ ഞാൻ ഈ പറയാൻ പോണ ആക്റ്റീവ്സ് ഇപ്പൊ സെയിം ബോട്ടിലിനകത്താണ് ഇല്ലെങ്കിൽ യൂസ് ചെയ്യാം. അതല്ല ഡിഫറെന്റ് ബോട്ടിലാണെങ്കിൽ ഒരിക്കലും യൂസ് ചെയ്യാം. വിറ്റാമിൻ സിയുടെ കേസ് വരികയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ റെറ്റിനോൾ, സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, മെന്റിലിക് ആസിഡ് ഇതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. റെറ്റിനോൾ എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ റെറ്റിനോൾ അവിടോട്ട് വയ്ക്കുക, വിറ്റാമിൻ സി എടുത്ത് മറ്റെടുത്തോട്ട് വെക്കാം. ആ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മൾ മിക്സ് മാച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം മാത്രമേ സിറത്തിലുള്ളൂ. അതുപോലെ തന്നെ ചില സിറംസ് നമുക്ക് പകരം യൂസ് ചെയ്യും, ചില സിറംസ് നമുക്ക് നൈറ്റിൽ യൂസ് ചെയ്യും, ചില സിറംസ് നമുക്ക് വീക്കിലി വൺസോ ട്വൈസോ യൂസ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിറ്റാമിൻ സി സിറം എപ്പോഴും മോർണിംഗിൽ യൂസ് ചെയ്യുന്നതാണ് ബെനിഫിറ്റ്, പക്ഷെ നൈറ്റ് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ റെറ്റിനോളും ഗ്ലൈക്കോളിക് ആസിഡ് പോലെയുള്ള സിറം എപ്പോഴും നൈറ്റിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം.
കാര്യം നമുക്ക് സിറം ടാർഗറ്റഡ് ടിഷ്യൂസിനെ ഹെൽപ്പ് ചെയ്യുന്നത് പോലെ തന്നെ എക്സ്ഫോളിയേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള എക്സ്ഫോളിയേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സിറംസ് നമ്മുടെ സ്കിന്നിനെ ഫോട്ടോ സെൻസിറ്റീവ് ആക്കും, ഗ്ലൈക്കോളിക് ആസിഡ്, റെറ്റിനോൾ പോലെയുള്ള സാധനങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എപ്പോഴും നൈറ്റ്ലി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇതാണ് മെയിൻ ആയിട്ട് സിറത്തിന്റെ ഫംഗ്ഷൻ. ടാർഗറ്റഡ് ഇഷ്യൂസിനെ സോൾവ് ചെയ്യാണ് സിറത്തിന്റെ ഫംഗ്ഷൻ. ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് 2 സിറംസ് ഒക്കെ മാക്സിമം യൂസ് ചെയ്യാം, നൈറ്റ്ലി യൂസ് ചെയ്യാം, മിക്സ് മാച്ച് ചെയ്തൊക്കെ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് സിറത്തിന്റെ ഫോമിൽ കിട്ടും. പക്ഷേ സൂക്ഷിച്ച് വേണം എപ്പോഴും നമ്മൾ സിറംസ് സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാൻ. ബിഗിനേഴ്സ് ആണെങ്കിൽ എപ്പോഴും പ്രിക്കോഷൻസ് എടുക്കുക, പാച്ച് ടെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഡെയിലി മോർണിംഗ് നൈറ്റ് യൂസ് ചെയ്യാതെ നൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട്, ഏത് സിറം വാങ്ങിയാലും നൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾട്ടർനേറ്റ് മോർണിംഗ് നൈറ്റ് അങ്ങനെയൊക്കെ ചെയ്ത് സ്കിന്നിന് പ്രിപ്പയർഡ് ആക്കിയിട്ട് വേണം ഒരു കംപ്ലീറ്റ് റൊട്ടീനിലോട്ട് പോകാനായിട്ട്, അല്ലെങ്കിൽ സ്കിൻ ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അടുത്തതാണ് മോയ്സ്ചറൈസേഴ്സ്. മോയ്സ്ചറൈസേഴ്സ് എന്ന് വെച്ചാൽ ബേസിക്കലി ഹൈഡ്രേഷന് വേണ്ടി മാത്രമുള്ള സാധനങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ വിറ്റാമിൻ സി മോയ്സ്ചറൈസർ വാങ്ങിച്ചോ, നയാസിനമൈഡ് മോയ്സ്ചറൈസർ വാങ്ങിച്ചോ, കോജിക് ആസിഡ് മോയ്സ്ചറൈസർ വാങ്ങിച്ചോ, റെറ്റിനോൾ മോയ്സ്ചറൈസർ വാങ്ങിച്ചോ, ഇതിനകത്തൊക്കെ നമുക്ക് മാക്സിമം 2% വരെ ഈ കോൺസെൻട്രേഷൻ ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം മോയ്സ്ചറൈസേഴ്സിന് അത്രയും മറ്റുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഹ്യൂമക്റ്റന്റ്, ഇമോളിയന്റ്, അങ്ങനെ കുറെ സാധനങ്ങൾ നമ്മൾ മോയ്സ്ചറൈസേഴ്സിൽ ആഡ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ, അതായത് നമ്മൾ ഒരു സ്പെസിഫൈ ചെയ്യുന്ന സാധനത്തിന്റെ കോൺസെൻട്രേഷൻ കുറയും. അതുകൊണ്ടാണ് ഞാൻ ടാർഗറ്റഡ് ഇഷ്യൂസിന് മോയ്സ്ചറൈസറിനേക്കാളും നല്ലത് സിറംസ് ആണെന്ന് പറയുന്നത്. ഹൈഡ്രേഷൻ ആണ് മോയ്സ്ചറൈസറിന്റെ എപ്പോഴും ഫംഗ്ഷൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും മോയ്സ്ചറൈസേഴ്സ് വാങ്ങിക്കും. സിറമേറ്റ്സ്, പെപ്റ്റൈഡ്സ്, ഗ്ലിസറിൻ, ഹൈൽട്രോണിക് ആസിഡ് ഒക്കെ അടങ്ങിയ മോയ്സ്ചറൈസർ. ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഷിയ ബട്ടർ, കൊക്കോ ബട്ടർ ഇങ്ങനെയൊക്കെയുള്ള മോയ്സ്ചറൈസേഴ്സ് വാങ്ങിക്കാനായിട്ട് പറയുന്നത്. ഓയിലി സ്കിൻകാരാണെങ്കിൽ ഷിയ ബട്ടർ, കൊക്കോ ബട്ടറിലോട്ടൊന്നും പോകരുത്. ഞാൻ ഡ്രൈ സ്കിൻകാർക്കാണ് അത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നല്ലത് പെപ്റ്റൈഡ്സും സെറമൈഡ്സും അടങ്ങിയ മോയ്സ്ചറൈസേഴ്സ് വാങ്ങുന്നതാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും, നമ്മുടെ സ്കിൻ ബാരിയറിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും നമ്മുടെ കൊളാജനെയൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ടും ഒക്കെ ഈ മോയ്സ്ചറൈസേഴ്സ് ഹെൽപ്പ് ചെയ്യും. മോയ്സ്ചറൈസേഴ്സിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ് പ്രൊട്ടക്ഷൻ, ഹൈഡ്രേഷൻ, സ്കിൻ ബാരിയർ പ്രൊട്ടക്ഷൻ മാത്രമാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞ ഓർഡർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലിറ്ററലി സ്കിൻ കെയർ ചെയ്യേണ്ട ഓർഡറിലാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഫേസ് വാഷ്, ടോണേഴ്സ്, സിറംസ്, മോയ്സ്ചറൈസേഴ്സ്. മെയിൻലി മോയ്സ്ചറൈസേഴ്സ് ഫോം ചെയ്തേക്കുന്നത് 3 അല്ലെങ്കിൽ 4 സാധനങ്ങൾ കൊണ്ടായിരിക്കും. 3 അല്ലെങ്കിൽ 4 എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ സാധനമാണ് ഒക്ലൂസീവ്സ്. ഇതെന്താ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള വാട്ടറിന് പുറത്തോട്ട് കളയാതെ പിടിച്ചു നിർത്താനായിട്ടാണ് നമ്മൾ ഒക്ലൂസീവ്സ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തതാണ് നമ്മുടെ ഹ്യൂമക്റ്റന്റ്. ഹ്യൂമക്റ്റന്റെ ഫംഗ്ഷൻ എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനകത്ത് വെള്ളം പിടിച്ചു നിർത്തണമല്ലോ. ഈ പിടിച്ചു നിർത്തുന്ന വെള്ളം എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? ഒന്ന്, നമ്മുടെ ഔട്ടർ ലെയറിൽ നിന്ന്, അത് നമ്മുടെ എയറിൽ നിന്ന്. 2, നമ്മുടെ സ്കിന്നിന്റെ തന്നെ ഡീപ്പർ ലെയറിൽ നിന്ന്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഹൈൽഡ്രോണിക് ആസിഡ് ഒക്കെ. അതുപോലെയാണ് അടുത്തതാണ് ഇമോളിയന്റ്. ഇമോളിയന്റിന്റെ മെയിൻ ഫംഗ്ഷൻ എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്കിന്നിനെ സ്മൂത്ത് ആക്കത്തില്ലേ, ഇതാണ് ഇമോളിയന്റ് ഫംഗ്ഷൻ. അടുത്തതാണ് വാട്ടർ, അതല്ലെങ്കിൽ അക്വ. നിങ്ങൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസേഴ്സ് എടുത്തെങ്കിൽ അതിന്റെ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് വാട്ടർ ആയിരിക്കും. കാര്യം എന്തെന്ന് വെച്ചാൽ ഒരു മോയ്സ്ചറൈസേഴ്സ് എന്ന് പറഞ്ഞാൽ ഓയിൽ ഇമൾസിഫൈ ചെയ്തിരിക്കുന്ന വാട്ടർ ആണ്. അതുകൊണ്ടാണ് എപ്പോഴും ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് വാട്ടർ ആയിരിക്കണം എന്നും പറഞ്ഞിട്ട് എല്ലാ മോയ്സ്ചറൈസേഴ്സും ഓയിലി സ്കിൻകാർക്ക് പറ്റത്തില്ല. വാട്ടർ അല്ലെങ്കിൽ ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസേഴ്സ് വേണം ഓയിലി സ്കിൻകാർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു ഓർഡർ വരുന്നത്. പിന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആക്റ്റീവ്സ് ആയ നയാസിനമൈഡോ അതല്ലെങ്കിൽ വിറ്റാമിൻ സിയോ കോജിക് ആസിഡോ ഒക്കെ നമ്മൾ ഈ മോയ്സ്ചറൈസേഴ്സിലോട്ട് ആഡ് ചെയ്യുന്നത്. എപ്പോഴും മെയിൻ ആയിട്ട് വരുന്ന ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് വാട്ടർ, പിന്നെ ഒക്ലൂസീവ്സ്, പിന്നെ ഹ്യൂമക്റ്റന്റ്, പിന്നെ ഇമോളിയന്റ്. ഇത് ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കി സാധനങ്ങളിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മോയ്സ്ചറൈസേഴ്സ് ഹൈഡ്രേഷനും നമ്മുടെ സ്കിന്നിനും ആ ഒരു സ്കിൻ ബാരിയർ പ്രൊട്ടക്ഷനും സ്കിൻ സ്മൂത്ത്നെസ്സിനും ഒക്കെയാണ് നല്ലത്. അതല്ലാണ്ട് അല്ലെങ്കിൽ വാട്ടർ ലോസ് തടയാനും ഒക്കെയാണ് നല്ലത്. അതല്ലാണ്ട് നമ്മുടെ ടാർഗറ്റഡ് ഇഷ്യൂസ് മാറ്റാനായിട്ട് എപ്പോഴും നല്ലത് സിറംസ് തന്നെയാണ്. അടുത്തത് സ്കിൻ കെയറിൽ നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത സാധനം സൺസ്ക്രീൻ. ഇപ്പൊ പോണെങ്കിൽ എന്നെ നിങ്ങൾ സൺസ്ക്രീനിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കും എനിക്കറിയാം. കാരണം ഞാൻ എപ്പോഴും പറയുന്ന സാധനമാണ്. ഒരു ദിവസം ഒരു പ്രാവശ്യം സൺസ്ക്രീനെ പറ്റി പറയാതെ ഞാൻ പോകാറില്ല. അപ്പോൾ സൺസ്ക്രീൻ സ്കിന്നിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. നമ്മുടെ ഒരു മോയ്സ്ചറൈസേഴ്സിന്റെ കൂടെ മോയ്സ്ചറൈസിങ് ഫാക്ടേഴ്സിന്റെ കൂടെ കുറച്ച് ഫിൽറ്റേഴ്സ്, അതായത് UV ഫിൽറ്റേഴ്സും കൂടി ഇടുമ്പോഴാണ് ബേസിക്കലി അത് സൺസ്ക്രീൻ ആയിട്ട് മാറുന്നത്. പക്ഷേ സൺസ്ക്രീൻ നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് പിക്ക് ചെയ്യണം. അതിനകത്ത് ഒരുപാട് റീസൺ ഉണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഇടുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വിയർക്കും.
ഇതിന് കാര്യം നമ്മൾ കെമിക്കൽ ഫിൽറ്റേഴ്സ് ഉള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഏതൊക്കെയാണ് കെമിക്കൽ ഫിൽറ്റേഴ്സ് ഞാൻ ഈ സൈഡിൽ കൊടുക്കാം. രണ്ടാമത്, ചിലപ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഇടുമ്പോൾ നമുക്ക് ആഷി കളർ ഫീൽ ചെയ്യും, അതല്ലെങ്കിൽ ഒരു വൈറ്റ് കാസ്റ്റ് ഫീൽ ചെയ്യും. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഈ പറയുന്ന സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഡൈ ഓക്സൈഡ് പോലെയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇത് സൺസ്ക്രീനകത്ത് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷേ ഇപ്പൊ സിങ്ക് ഓക്സൈഡോ ടൈറ്റാനിയം ഡൈ ഓക്സൈഡോ ഒക്കെ യൂസ് ചെയ്താൽ ആ ഒരു വൈറ്റ് കാസ്റ്റ് ഇല്ലാണ്ട് സൺസ്ക്രീൻ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ കെമിക്കൽ സൺസ്ക്രീൻസ് യൂസ് ചെയ്യുമ്പോൾ പല ആൾക്കാർക്കും ആ ഒരു വിയർപ്പ് വരാറുണ്ട്. അതിന്റെ തിക്നെസ് കാരണമാണ്. നിങ്ങൾ ബേസിക്കലി സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം കെമിക്കൽ സൺസ്ക്രീൻ ആണെങ്കിലും വരാനായിട്ട് പോകുന്നില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഇത് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ ഫിൽറ്റേഴ്സ് ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ആബോ ബെൻസീൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് സ്കിൻ ക്യാൻസർ സൺസ്ക്രീൻ കാരണം വരുമോ എന്നുള്ളത്. ബേസിക്കലി ഇത് വരുന്നത് നമുക്കറിയാം അനിമൽ ടെസ്റ്റിലൂടെയാണ്. ഞാൻ ഒരിക്കലും അപ്രൂവ് ചെയ്യുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന കാര്യമല്ല അനിമൽ ടെസ്റ്റുകൾ. പക്ഷെ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഫിൽറ്റേഴ്സ് ലിറ്ററലി ഫുഡ് നമ്മൾ കഴിക്കത്തില്ല, ഇൻടേക്ക് നമ്മൾ മൗത്ത് വരെ ഇൻടേക്ക് ചെയ്യുമ്പോൾ അത്രയും ക്വാണ്ടിറ്റിയിൽ ഇൻടേക്ക് ചെയ്യുമ്പോഴാണ് അത് ക്യാൻസറിലോട്ട് പോകുന്നത്. നമ്മൾ ബ്ലഡ് സ്ട്രീമിലും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലും ഒക്കെ കയറിയിട്ട് ക്യാൻസറിലോട്ട് പോകുന്നത്. ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനുകളിൽ അത്രയും ക്വാണ്ടിറ്റി ബെൻസീൻസോ ഫിൽറ്റേഴ്സോ നമ്മൾ കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ അത് സൺസ്ക്രീനുകൾ ക്യാൻസറസ് സേഫ് ആണ്. കമ്പയർ നമ്മൾ കഴിക്കുന്ന വെച്ച് നോക്കുമ്പോൾ ഇടുമ്പോൾ അത്ര ക്യാൻസർ ഒന്നും വരാനായിട്ട് പോകുന്നില്ല. പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിൻ ക്യാൻസർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പൊ എൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കാൻ പോകുന്നത്, ചേച്ചി പണ്ട് അല്ലെങ്കിൽ കുട്ടി പണ്ട് നമുക്ക് സൺസ്ക്രീൻ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സ്കിൻ പ്രൊട്ടക്ഷൻ എങ്ങനെയാണ് കിട്ടിയത്? ഒരുപാട് റീസൺ ഉണ്ട്. പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ നമുക്കറിയാം നമ്മളിപ്പോ എന്തുണ്ടെങ്കിലും നമുക്ക് ക്യാൻസറിന് റീസൺ ആയിട്ട് മാറുകയാണ് നമ്മുടെ സൺറൈസ്. കാരണം നമ്മുടെ സെല്ലിന് മ്യൂട്ടേഷൻ വരുമ്പോഴൊക്കെയാണ് നമുക്ക് ഈ ഒരു ക്യാൻസർ വരുന്നത്. പണ്ടത്തെ ക്ലൈമറ്റോ പണ്ടത്തെ സൺറൈസസ് പോലെയൊന്നും അല്ല ഇപ്പൊ വരുന്നത്. പണ്ടത്തെ ലൈഫ് സ്റ്റൈൽ അല്ല. സ്കിൻ ക്യാൻസർ വരാൻ ഒരുപാട് റീസൺസ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ലീവിങ് എൻവയോൺമെന്റിലുണ്ട്. അപ്പൊ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നതല്ലേ നല്ലത്. മാത്രമല്ല പണ്ട് നമുക്ക് ആ ഒരു സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട്, പണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടും ഇപ്പൊ നമ്മളത് ഡയഗ്നോസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കിപ്പോ പ്രൊട്ടക്ഷനുള്ള റീസൺ ഉള്ളത് കൊണ്ടും നമ്മൾ പണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഇന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യും. സോ മാക്സിമം സൺസ്ക്രീൻസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഒരുപാട് സമയം ഔട്ട്ഡോർ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാര്, നമ്മുടെ ഒരു 40 ഏജിന് എബോവുള്ള അമ്മമാര്, ആന്റിമാര്, കുഞ്ഞമ്മമാരൊക്കെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 40 ഏജ് അല്ലെങ്കിൽ 30 കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ചെറിയ ചെറിയ മെലാസ്മ പിഗ്മെന്റേഷൻ വരും. ഇത് വരുന്നത് തടയാനായിട്ട് സൺസ്ക്രീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. നമ്മളെ കുട്ടിക്ക് 6 മന്ത് കഴിയുമ്പോൾ തന്നെ കുഞ്ഞാവക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാം. പക്ഷെ കുഞ്ഞാവക്ക് യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എപ്പോഴും പീഡിയാട്രീഷ്യന്റെ ഒബ്സർവേഷനിൽ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ആയിരിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 ഏജിനൊക്കെ എബോ ആകുമ്പോഴത്തേക്ക് നമ്മുടെ നോർമൽ അഡൽട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അഡൽട്ട് സൺസ്ക്രീനും കിഡ് സൺസ്ക്രീനും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ യൂസ് ചെയ്യുന്ന പാക്കേജിങ്ങിൽ മാത്രം. കുഞ്ഞുങ്ങളിൽ കുറച്ച് ആനയും ജിറാഫോ കാണും, അഡൽട്സിൽ അത് ഉണ്ടാവില്ല. അത്ര ഡിഫറൻസ് ബേസിക്കലി ഉള്ളൂ. അപ്പോൾ ഒരിക്കലും സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. സൺസ്ക്രീൻ സ്കിൻ കെയർ അല്ല, ഓവറോൾ ഹെൽത്തി ബോഡിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി സൺസ്ക്രീൻ ഉണ്ടാവുമോ എന്നുള്ളതാണ്. നമുക്ക് 90% ആൾക്കാർക്കും വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. നമ്മൾ 90% ആൾക്കാരും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല. ഒന്ന്, അത്രയും പറഞ്ഞിട്ട് തന്നെ കുറെ ആൾക്കാർ കുറെ രീതിയിൽ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടാണ് പലരെങ്കിലും ഇപ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് എത്ര പേര് ബോഡി സൺസ്ക്രീൻ യൂസ് ചെയ്യും? ഇല്ല. നമ്മൾ ഫേസിൽ മാത്രമാണ് സൺസ്ക്രീൻ കൂടിപ്പോയി ഉപയോഗിക്കുന്നത്. ബാക്കി ഇത്രയും ശരീരമില്ലേ വിറ്റാമിൻ ഡി അബ്സോർബ് ചെയ്യാനായിട്ട്. എന്നിട്ട് നമുക്ക് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി വരുന്നുണ്ടല്ലോ. വിറ്റാമിൻ ഡിക്ക് അതല്ല, നമുക്ക് വെയിൽ കായണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏർലി 9 o'clock വരെയും അല്ലെങ്കിൽ 5 o'clock ശേഷമുള്ള സൺ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വിറ്റാമിൻ നമ്മൾ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസിക്ക് വേണ്ടിയുള്ള ഡെഫിഷ്യൻസി ഉണ്ടാവാതിരിക്കാനുള്ള വെയിൽ കായൽ നമ്മളപ്പോ ചെയ്യുന്നുണ്ടല്ലോ. അതല്ലാണ്ട് ഈ 10 മണിക്കും 12 മണിക്കും 2 മണിക്കുള്ള കൊട്ട വെയിൽ കൊണ്ടാലേ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി മാറും, അങ്ങനെയൊന്നുമില്ല. അത് പൊട്ടത്തരമാണ്. നമ്മൾ ക്യാൻസർ പോട്ടെ, നമ്മൾ എന്തുമാത്രം ടയേർഡ് ആവും ആ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ. അതൊക്കെ ഒരു പരിധിവരെ കളയാനായിട്ട് നമ്മുടെ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ പറ്റും. ടയർഡ്നെസ് മാറ്റാനല്ല, ആ ഒരു കരിവാളിപ്പൊക്കെ മാറ്റാനായിട്ട് ഡെഫിനറ്റ്ലി സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും. ഇനി പറയാൻ പോകുന്നത് ഓയിൽ ക്ലെൻസേഴ്സും മേക്കപ്പ് റിമൂവേഴ്സിനെയും പറ്റിയിട്ടാണ്. ഇത് ഞാൻ പറയാൻ കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ഒരുപാട് പേര് അടുത്ത പറയുന്ന പ്രശ്നം മോക്കുരുവാണ്. ഈ മോക്കുരുവിന് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ചിലപ്പോൾ നല്ല സൺസ്ക്രീൻ ആയിരിക്കും, മാത്രമല്ല അത് വാട്ടർ റെസിസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ നോർമൽ ഫേസ് വാഷ് വെച്ച് കഴുകി കഴിഞ്ഞാൽ പോവത്തില്ല.
കാരണം വാട്ടർ റെസിസ്റ്റന്റും കൂടെ ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് എപ്പോഴും നല്ലതാണ്. അപ്പൊ നമ്മൾ ഓയിൽ ബേസ്ഡ് ക്ലെൻസേഴ്സ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ക്ലെൻസിങ് ബാംസ് യൂസ് ചെയ്യും. അതല്ലെങ്കിൽ നമ്മുടെ ഓയിൽ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള മേക്കപ്പ് റിമൂവേഴ്സ് ഉണ്ട്, മിസലാർ വാട്ടർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ അതല്ലാന്നുണ്ടെങ്കിൽ ഈ സൺസ്ക്രീൻ ഇത് നമ്മുടെ പോസ്, കാരണം ഓവർനൈറ്റ് ഇരിക്കുകയാണല്ലോ, അപ്പൊ നമ്മുടെ പോസ് ക്ലോഗ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ മാക്സിമം ഡബിൾ ക്ലെൻസ് ചെയ്യാനായിട്ട് പറയുന്നത്. ഈ ഓയിൽ ക്ലെൻസിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഓയിലി സ്കിൻകാരാണെങ്കിൽ കോക്കനട്ട് ഓയിൽ ബേസ് ചെയ്തിട്ടുള്ള ഓയിൽസിനോട് ടാറ്റ ബൈ ബൈ പറയാം. അതല്ല ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലുള്ള കോക്കനട്ട് ഓയിൽസ് തന്നെ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതല്ല നിങ്ങളുടെ എക്സ്ട്രീംലി ഓയിലി ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ നമ്മൾ ക്ലെൻസിങ് ബാംസോ ക്ലെൻസിങ് ഓയിൽസോ ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ ഒരുവിധം പ്രൊഡക്റ്റിനെ പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് അവയർനെസ് ആയി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഈവൻ ദോ ഞാൻ കമന്റ് ബോക്സിൽ ആൻസർ തന്നില്ലെങ്കിലും ഞാൻ Q&A ഉറപ്പായിട്ടും ചെയ്യാറുണ്ട്. Q&A കാണുന്ന ആൾക്കാർക്ക് അറിയാം. ഇപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും കമന്റ് ബോക്സിൽ ആൻസേഴ്സ് മിസ് ആയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ Q&A നോക്കുക. അതല്ലെങ്കിൽ ഞാൻ മസ്റ്റ് ആയിട്ടും ഷോർട്സിലും ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യുന്നതിന് കാര്യം എന്തെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ പറയുന്നതിന് ഒരു പരിധി ഉണ്ട്, പക്ഷെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും. അതുകൊണ്ടാണ്. അപ്പൊ എന്തെങ്കിലും കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്നത് ലക്ഷ്മി സൈനിങ് ഓഫ്.